Sit right. Sit down. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ആ മുടി കുറച്ചുകൂടെ വീർത്തിയിട്ട്. Sit down. ആ തിരിഞ്ഞു തിരിഞ്ഞു കുറച്ചങ്ങോട്ട് തിരി ഫേസ് അങ്ങോട്ട് തിരി. ആ താൻ കുറച്ചുകൂടെ പുറകോട്ട് അനക്ക് നിൽക്കൊന്നൂടെ കുറച്ച് തിരിഞ്ഞേ. ഫേസ് ലെഫ്റ്റ്. അത് ആ Look at me. എങ്ങനെയുണ്ട്? കൊച്ചു കൊള്ളാമല്ലോ ആശാനെ. അതുകൊള്ള. ഒരു മാസമായിട്ടെന്ന് എനിക്കിത് ഇപ്പോഴാണ് തോന്നുന്നത്. നല്ല മുടി, കരിങ്കൂവള കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുംബിക്കാൻ വേണ്ടി മാത്രം, ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുണ്ടി. ഇത്രയൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ളവന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത്. ദൈവമേ, എനിക്കായിരിക്കണേ. ഏതായാലും തനിക്കല്ല. എന്താ ഇത്ര ഉറപ്പ്? സത്യം പറയണോ ആശാനെ? ആശ ഉപ്പ് നോക്കിയോ? കണ്ടോ ആ ചിരി കണ്ടോ? ആശ നോക്കി, എനിക്ക് ഉറപ്പാ. എങ്ങനെയാണ്? ഒന്ന് പോടോ, എനിക്കതാണോ ഇവിടെ പണി. ആ വരട്ടെ, നമുക്ക് നോക്കാം. ലൈറ്റ്സ് ഓൺ. കുറച്ച് ലെഫ്റ്റ്, കുറച്ചുകൂടെ, അല്പം റൈറ്റ്, കുറച്ചുകൂടെ. പറഞ്ഞാലും കേൾക്കത്തില്ല. ഇങ്ങനെ പ്ലീസ്, എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഓ, ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയില്ലേ മോഡലിംഗ് നടക്കത്തില്ലേ? കുറച്ച് ഓക്കെ, ഫൈൻ. തീർന്നു. ഏയ്, ഇനി ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എനി മോഡേൺ ഡ്രസ്, സ്വല്പ സെക്സി ആയത്. അതായത് സുന്ദരിയായ ഒരു യുവതി കയ്യിൽ റോസാ പുഷ്പവുമായി ഇങ്ങനെ നിൽക്കുന്നു. എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് സാക്സോസ് കോൾഡ് ക്രീം. സാർ, ലൈറ്റ്സ് ഓഫ് ചെയ്യട്ടെ. താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണോ? എയർപോർട്ടിൽ പോണ്ടേ? മണി 11 കഴിഞ്ഞ് രവിവർമ്മരില്ലേ? കമാൻ, ഹറി അപ്പ് ക്വിക്ക്. സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ രാവിലെ തന്നെ മിസ്റ്റർ വർമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോവുക. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം. അല്ലെങ്കിൽ ഇത് വേറെ, ഇന്ന് രാവിലെ ആ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത്. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ? ഇന്ത്യ വൈഡ് ആയിട്ട് ഒരു ഡിസൈൻ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. പക്ഷെ ഇന്ന് 5 മണിക്ക് മുമ്പ് സാധനം കിട്ടണം, അല്ലെ സ്പേസ് വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. സാർ എന്തായി പറയുന്നേ? നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. മേഴ്സി മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അജിത്തിനെ കിട്ടണ്ടേ? അയാളാണെങ്കിൽ സ്ഥലത്തില്ല. അയ്യോ, എനിക്ക് എടുക്കാൻ വയ്യാന്നിട്ടല്ല, ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ എടുക്കാം. എന്നാലും 5 മണിക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഓക്കെ സർ, താങ്ക് യു. എന്താടോ ഇത്? മണി 10 ആയല്ലോ. 9 മണിയാണ് ഓഫീസ് ടൈം. അത് ഇത്രയും കാലമായിട്ട് അറിയില്ലേ? പോയി ഡ്രസ് ചെയ്യ്. സാർ, എന്താ? എനിക്ക് ഇന്നു മുതൽ 2 ദിവസത്തെ ലീവ് വേണം. അപ്പച്ചന് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് രൂപയും. അത്യാവശ്യമായിട്ടൊരു ജോലി വന്നപ്പോ എല്ലാവർക്കും ലീവായി ടെലിഗ്രാമായി. എത്ര മണിക്കാ തന്നെ ട്രെയിൻ? 11-ന്. അത് കഴിഞ്ഞോ? 1:30-ക്ക്. 1:30 ട്രെയിനിന് പോയാൽ മതി. പോയാൻ ചേഞ്ച് ഒരു ഡ്രസ്. പറഞ്ഞത് കേട്ടില്ലേ? മഞ്ഞ സാരിയിൽ ചുവന്ന ബോർഡർ. ചെല്ല്. ആ പയ്യനോട് ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കാൻ പറ.
ഇത് എവിടെ നോക്കിയാണോ ആ മേക്കപ്പ് ചെയ്യുന്നത്? ഈ സ്റ്റുഡിയോയുടെ കാര്യം മുഴുവൻ എന്റെ മുഖത്തുണ്ടല്ലോ. തോമസേ, ഒരു അജബേ, ആ ലൈറ്റ് കുറച്ച് നോക്കി. ആ മതി മതി. കുറച്ച് ലെഫ്റ്റ് ആ കുറച്ച് ഇല്ല. ആ റെഡി. ജനറേറ്ററിലോ ഉണ്ട്, ചെന്ന് ഓൺ ചെയ്യടോ. കറണ്ട് പോകാൻ കണ്ടൊരു സമയം. താനിത് എവിടെ നോക്കിയിരിക്കുക? ഇനി ആ ജനറേറ്റർ കൂടെ ഓഫ് ആകാൻ കാത്തിരിക്കായിരിക്കും. കമോൺ ഗെറ്റ് റെഡി. ആ കുറച്ച് ലെഫ്റ്റ്. ആ സിറ്റ് അപ്പ്. ആ താരം നേരെ എടുത്തു. ആ റെഡി. ഫേസ് കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് തിരിച്ച്. ആ മതി. സ്മൈൽ. ഇരിക്കാൻ. സ്മൈൽ ഐ സേ. ചിരിക്കാനാ പറഞ്ഞത്? ചിരിക്കാനല്ലേ പറഞ്ഞത്? Get out. I say get out. അയ്യോ, മെസ്സി ഇത് വെച്ചോ. ഐ എം സോറി. മേഴ്സി പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഞാനറിയാതെ എന്റെ മനസ്സ് അവളുമായി അടുക്കുകയായിരുന്നു. ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം അടുത്തുപോയി എന്ന്. ശശി പത്രത്തിൽ എഴുതിയ പോലെ മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുകയായിരുന്നില്ല എന്റെ ലക്ഷ്യം. വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മേഴ്സി ചെയ്തിട്ടുമില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു.